السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وصائر الشهداء أحد رضي الله عنهم وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഉഹദ് ശുഹദാക്കൾ റളിയല്ലാഹു അൻഹും വനഫഅനാ ബിഹിം, അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദു ശുഹദാ സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി മഹാനവരുകളുടെ അനുസ്മരണ ദിറാസയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഉഹദ് ശുഹദാക്കളുടെയും പ്രത്യേകിച്ചും സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അതുപോലെ പ്രത്യേകിച്ചും ഉഹദ് യുദ്ധത്തിൽ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ ധാരാളം ഖിദ്മത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടിൽ അവിടുന്ന് തൻ്റെ ശരീരത്തിനെയെല്ലാം അള്ളാഹുവിന് വേണ്ടി അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച മഹാന്മാരായ ഉഹദ് ശുഹദാക്കൾ, പ്രത്യേകിച്ചും ഹംസ റളിയല്ലാഹു അൻഹു, അതുപോലെ ഗസീലുൽ മലായിക സയ്യിദുന ഹൻദല റളിയല്ലാഹു അൻഹു, അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദുന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, സയ്യിദുന സിയാദ് ബിൻ സക്കൻ റളിയല്ലാഹു അൻഹു, അതുപോലെ സയ്യിദുന ബഹുമാനപ്പെട്ട ഒരുപാട് അംർ ബിൻ ജമുഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് സ്വഹാബത്ത് ശുഹദാക്കളായ ഉഹദ് ശുഹദാക്കൾ ഉഹദ് യുദ്ധത്തിൽ വഫാത്തായി. അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹാന്മാരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അവരൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉഹദ് ശുഹദാക്കളെ നാം പ്രത്യേകിച്ചും അനുസ്മരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിലും അതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് മുഹദ്ദിസീങ്ങൾ അവിടുത്തെ അഹാദീസ് ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി പറയുകയും അനുസ്മരിക്കുകയും ചെയ്ത ഒരു സംഭവമാണ് ഗസ്വത്ത് ഉഹദ്. അതുപോലെ ഉഹദ് ശുഹദാക്കളെ സംബന്ധിച്ച് അല്ലാഹു തആല അവരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. സൂറത്തുൽ ബഖറ 154-ാമത്തെ ആയത്തിലുള്ളതുപോലെ വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉം വലാകിൻ ലാ യശ്ഉറൂൻ. അതുപോലെ സൂറത്ത് ആൽ ഇമ്രാൻ 169 മുതൽ 171 വരെ വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ യസ്തബ്ശിറൂന ബിനിഅമത്തിൻ മിനല്ലാഹി വഫളിഹി വഅന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഅ്മിനീൻ എന്ന് സൂറത്തു ആലു ഇമ്രാൻ 169 മുതൽ 171 വരെ ആയത്തുകളിൽ ഉഹദ് ശുഹദാക്കൾ അതുപോലെ മറ്റു ശുഹദാക്കളുടെ മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. ഒരു ആയത്തിൽ പറഞ്ഞത്, നിങ്ങൾ ശുഹദാക്കളെ സംബന്ധിച്ച് മരിച്ചവർ എന്ന് പറയരുത്, അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, പക്ഷെ നിങ്ങൾക്ക് ബോധമില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു ആയത്തിൽ നിങ്ങൾ അവരെ മരിച്ചവരെന്ന് വിചാരിക്കുക പോലും ചെയ്യരുത്, നിങ്ങൾക്കങ്ങനെ തോന്നൽ പോലും ഉണ്ടാകരുത് എന്നാണ് സൂറത്ത് ആലു ഇമ്രാനിൽ പറഞ്ഞത്. അതിൽ നിന്നെല്ലാം നമുക്ക് ശുഹദാക്കളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടെ നമ്മൾ സാധാരണ മഹത്തുക്കളുടെ ഉറൂസ് മുബാറക്ക് നടത്തുമ്പോഴും ഉറൂസുമായി ബന്ധപ്പെട്ട ദലായിലുകൾ പറയുമ്പോഴെല്ലാം നമ്മൾ പ്രത്യേകിച്ചും അനുസ്മരിക്കാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളും അതുപോലെ മഹാന്മാരായ ഖുലഫാഉൽ അർബഅ റളിയല്ലാഹു അൻഹും ഉഹദ് ശുഹദാക്കളുടെ സിയാറത്ത് ചെയ്തതിനെ സംബന്ധിച്ച് സൂറത്തുർ റഅദ് വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് നമ്മൾ സാധാരണ പറയാറുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാ നമുക്ക് സാധാരണ പഠിപ്പിക്കാറുണ്ട്. ആ ഉഹദ് ശുഹദാക്കളെയാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നത്. അല്ലാഹു തആല ആ മഹാന്മാരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ജാ നിസാറാനെ ബദ്റു ഉഹദ് പർ ദുറൂദ് ഹഖ് ഗുസാറാനെ ബൈഅത്ത് പെ ലാഖോं സലാം എന്ന് മഹാനായ ഇമാമു അഹ്ലുസുന്ന അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സലാമെ റളയുടെ 131-ാമത്തെ ബൈത്തിൽ മഹാന്മാരായ ഉഹദ്
സ്വഹാബത്ത് ഉഹുദ് ശുഹദാക്കളെ പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ട് അവരുടെ മേൽ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇമാമു അഹ്ലി സുന്ന അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി. മാത്രമല്ല മഹാനായ മുഅയ്യിദുൽ മില്ലത്തിദ്ദീൻ അല്ലാമ അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവരുകൾ ബദ്രിയത്തിന്റെ കൂടെ മഹാന്മാരായ ഉഹുദ് ശുഹദാക്കളെയും അനുസ്മരിക്കാൻ പ്രത്യേകിച്ചും ഒരു ഖസീദ തന്നെ സആദത്തുൽ ഉഹുദി ബിസാദത്തി ഉഹുദ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, സആദത്തുൽ അഹദ് ബിസാദത്തി ഉഹുദ് എന്ന് പറയുന്ന മഹത്തായ ഖസീദ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി 1339 ഹിജ്റയിൽ സഫർ 24 ബുധനാഴ്ച രാവ് മഹാനവരുകൾ പരിപൂർണമാക്കിയ ആ മഹത്തായ ഉഹുദ് ശുഹദാക്കളെ തവസ്സുല് ചെയ്തിട്ടുള്ള ബൈത്ത് നമ്മൾ സാധാരണ ഖസീദത്തുൽ ബദ്രിയ, ഖസീദത്തുൽ ഉഹുദിയ, മഹലറത്തുൽ അസ്ഹരിയ, ശാലിം ഷരീഫ്, അതുപോലെ ഖസീദത്തുൽ ബദ്രിയ വൽ ഉഹുദിയയുടെ എല്ലാ മജ്ലിസുകളിൽ നമ്മൾ സാധാരണ ചെല്ലാറുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സനാഅക ലാ നുഹ്സി വ മദ്ഹ അജില്ലത്തി അതൈനാക നസ്തഗ്ഫി തഫദ്ദൽ ബി റഹ്മതി ബിശുഹദായി ഉഹുദിൻ അമ്മി അഹ്മദ ഹംസതി എന്ന് തുടങ്ങുന്ന പുണ്യമേറിയ ബൈത്തുകളും അതിന്റെ അവസാനം ആ ഉഹുദ് ശുഹദാക്കളെയും തവസ്സുലാക്കിക്കൊണ്ട് വസീലന റിസ്ഖൻ വ ഇൽമൻ വ നുസ്റതൻ വ സൗഖൻ വ ഷൗഖൻ ഫർറിജൻ കുല്ല കുർബത്തി ദീനിയായ ഉഖ്റവിയായ ദുനിയവിയായ മഖാസിദ് പൂർത്തീകരിക്കാൻ മഹാന്മാരായ ഉഹുദ് ശുഹദാക്കളെ തവസ്സുൽ ചെയ്തുകൊണ്ട് അവസാനം ബൈത്ത് പാടുകയും എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹത്തായ ഗ്രന്ഥം എഴുതിയ ആ ഖസീദ എഴുതിയ മഹാനവരുകളെ അതിംലി ശിഹാബിദ്ദീൻ അസ്ഹാറ ഖായിദ എന്ന് പ്രത്യേകമായി അനുസ്മരിക്കുകയും നാം സാധാരണ ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഉഹുദ് ശുഹദാക്കളുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ആ മഹാന്മാരുടെയൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് അല്ലാഹു നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ഉഹുദ് ശുഹദാക്കൾ പരിശുദ്ധ ഖുർആനിൽ ഉഹുദ് ശുഹദാക്കളെ സംബന്ധിച്ച് മരിച്ചവർ എന്ന് പറയരുത് എന്ന് തന്നെ വ്യക്തമായിട്ട് അവർ ജീവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ പറഞ്ഞതാണ്. അതോടുകൂടെ രക്തസാക്ഷിയാകുക, ഷഹീദാകുക എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനമായ കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ദീന്, പരിശുദ്ധമായ ദീൻ, ആ ദീനുൽ ഇസ്ലാമിന്റെ ആ ഇസ്ലാം ഉന്നതമാകണം എന്ന ലക്ഷ്യത്തോടുകൂടെ അള്ളാഹുവിന്റെയും അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കളോട് പോരാടി യുദ്ധം ചെയ്ത് അവിടെ ഷഹീദായ വ്യക്തികളാണല്ലോ ഷഹീദുകൾ, ശുഹദാക്കൾ എന്നൊക്കെ പറയുന്നത്. ശുഹദാക്കളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വമാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. ശുഹദാക്കൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വലിയ ഒരു സ്ഥാനമുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത്, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ യശ്ഉറൂൻ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി മരണപ്പെട്ടവർ എന്ന് നിങ്ങൾ പറയരുത്, മറിച്ച് അവർ ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് അതിനെപ്പറ്റി ബോധം ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 154 പറഞ്ഞത്. നിങ്ങൾ ബോധന്മാരല്ല, പക്ഷെ അതേ സ്ഥാനത്തിന് നിങ്ങൾ ബോധന്മാരാകുന്നില്ല, അതേ സ്ഥാനത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നെല്ലാം അല്ലാഹു തആല സൂറത്തുൽ ബഖറ 154 പറഞ്ഞു. മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത എന്ന ആയത്തിൽ സൂറത്തുൽ ആലു ഇംറാൻ 169 മുതൽ 171 വരെ നേരത്തെ ഓതിയ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചു പോയവരായി നിങ്ങൾ ഗണിക്കരുത്, വിചാരിക്കരുത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നാൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അവർ റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ളവരാണെന്നും അവർക്ക് ഭക്ഷണം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നും മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് നൽകിയതുകൊണ്ട് അവർ നല്ല സന്തോഷത്തിലാണെന്നും അതോടുകൂടെ അവരെ ചേരാത്ത അവരെക്കുറിച്ചും അവർ അതുപോലെ വിശ്വസിച്ച ആളുകളെ പറ്റിയും അവർ എല്ലാം അറിഞ്ഞുകൊണ്ട് അവർക്ക് യാതൊരു പേടിയുമില്ല, അതൊക്കെ സന്തോഷിക്കുമെന്നും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുകയാണ്. സൂറത്തു ആൽ ഇംറാൻ 169 മുതൽ 171 വരെ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് ഇമാം സയ്യിദുന മസ്റൂഖ് റളിയല്ലാഹുവിനെ കുറിച്ച് മസ്റൂഖ് റളിയല്ലാഹുവിനെ തൊട്ട് പറഞ്ഞത് കാണാം.
ഖാല സഅൽന അബ്ദുല്ലാഹി അൻ ഹാദിഹിൽ ആയ. അതായത് വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത എന്ന സൂറത്തു ആലു ഇംറാൻ 169-ാമത്തെ ആയത്തിനെ സംബന്ധിച്ച് നമ്മൾ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുയുടെ ആയത്തിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് ശുഹദാക്കളെ സംബന്ധിച്ച് അർവാഉഹും ഫീ ജൗഫി ത്വയ്രിൻ ഖുദറിൻ ലഹാ ഖനാദീലു മുഅല്ലഖത്തുൻ ബിൽ അർശി തസ്റഹു മിനൽ ജന്നത്തി ഹൈസു ശാഅത്ത് സുമ്മ തഅവി ഇലാ തിൽകൽ ഖനാദീലി ഫത്തല ഇലൈഹിം റബ്ബുഹും ഇത്ലാഅ فقال هل تشتهون شيئا قالوا أي شيء نشتهي ونحن نسره من الجنة حيث شئنا ففعل ذلك بهم 3 مرات فلما رأوا أنهم لن يتركوا من أن يسألوا قالوا يا ربي نريد أن ترد أرواحنا في أجسادنا حتى نقتل في سبيلك مرة أخرى فلما رأى أن ليس لهم حاجة تركوا. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിം 3500-ാമത്തെ ഹദീസിൽ ഇത് രേഖപ്പെടുത്തുകയാണ്. അതായത് ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യുദ്ധത്തിൽ ഷഹീദായ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ മരിച്ചുപോയവരെന്ന് ഗണിക്കരുത് എന്ന ഈ ആയത്തിനെ കുറിച്ച് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടിയാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത്. നമ്മൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവരുടെ റൂഹുകൾ അർവാഹ് മുബാറക, അവരുടെ ആത്മാക്കൾ പച്ച നിറത്തിലുള്ള പക്ഷികളുടെ ഉള്ളിലാണ്. ശുഹദാക്കളുടെ റൂഹുകൾ പച്ച നിറത്തിലുള്ള പക്ഷികളുടെ ഉള്ളിലുണ്ടാകും. അർശിൽ ബന്ധിക്കപ്പെട്ട ചില അലങ്കാര വിളക്കുകൾ ആ പക്ഷികൾക്ക് ഉണ്ട് എന്നും സ്വർഗത്തിൽ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെല്ലാം അവർ പാരിക്കളിക്കും, പിന്നീട് അലങ്കാര വിളക്കുകളിൽ പോയി ഇരിക്കുമെന്നും അവരിലേക്ക് പ്രത്യക്ഷപ്പെട്ട് അള്ളാഹു ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല അവരിലേക്ക് തജല്ലിയായിക്കൊണ്ട് വെളിവായിക്കൊണ്ട് ചോദിക്കും, നിങ്ങൾക്ക് വല്ലതും ആഗ്രഹമുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് ചോദിക്കും. അതായത് അർവാഹുകളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഹൽ തസ്തഹൂന ഷൈആ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, നമ്മൾക്ക് എന്താണ് ആഗ്രഹം, നമുക്ക് ഒന്നും ആഗ്രഹമില്ല എന്ന വിധത്തിൽ അവർ പറയും, ഞങ്ങൾ ഈ അലങ്കാര വിളക്കുകളിൽ പോയി ഇരിക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ സ്വർഗത്തിൽ ഇങ്ങനെ പാരിക്കളിക്കുന്നുണ്ട്, പിന്നെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, നമ്മൾ എല്ലാ സ്ഥലത്തും പാരിക്കളിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ 3 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴെല്ലാം അവർ അവസാനം പറയും, റബ്ബേ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നീ നമ്മുടെ ശരീരങ്ങളിലേക്ക് നമ്മുടെ റൂഹുകളെ തിരിച്ചു തരണം, ഞങ്ങളുടെ റൂഹുകളെ നമ്മുടെ ശരീരത്തിലേക്ക് മടക്കി തന്ന് എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി നിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്തിട്ട് ഷഹീദാകാൻ അവസരം നൽകണം എന്നാണ് അവർ ആഗ്രഹിക്കുക. അതല്ലാതെ മറ്റൊരു ആഗ്രഹമില്ല, ആവശ്യമില്ല എന്നാണ് ശുഹദാക്കൾ പറയുമെന്നും ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒന്നും ആവശ്യമില്ല എന്നല്ലേക്ക് അവരെ ഉപേക്ഷിക്കപ്പെടുമെന്നും അവരെ ഹാലിൽ തന്നെ വിടുകയും ചെയ്യുമെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, ഊഹിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ ശുഹദാക്കൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. പിന്നെയും അധികം ചോദിക്കുവാൻ അല്ലാഹു തആല അവരുടെ ആവശ്യം വരുമ്പോൾ അവര് പറയലെന്താ, വീണ്ടും അല്ലാഹു ചോദിക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ട്. അതായത് അവർക്ക് അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയും അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെല്ലാം ചോദിക്കാറുള്ളത് എന്നും അതോടുകൂടെ അവർക്ക് അള്ളാഹു നൽകിയതിനേക്കാളും അധികം ഒന്നും അവർക്ക് ചോദിക്കാനില്ല എന്ന് അറിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് തിരിച്ചു വന്ന് രക്തസാക്ഷിയാകാനുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചത്. വേറൊന്നും ആവശ്യമില്ല, നമുക്ക് ഞാൻ ആവശ്യമുള്ളത് ദുനിയാവിൽ തന്നെ പോയി രക്തസാക്ഷിയാകണം, ഷഹീദാകണം എന്ന ആഗ്രഹമാണ് അവർ പറഞ്ഞത് എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഷർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇത് പറഞ്ഞപ്പോൾ ദുനിയാവിൽ പോയിട്ട് തന്നെ വീണ്ടും യുദ്ധം ചെയ്യണം, അപ്പോ അവർക്ക് ഇനി സ്വർഗത്തിൽ വേറൊരു സ്ഥാനമൊന്നും ആവശ്യമില്ല, എല്ലാം അവർക്ക് നൽകിയിട്ടുണ്ട്, ഇനി പ്രത്യേക ആവശ്യമൊന്നുമില്ല എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവർ തന്നെ ഉപേക്ഷിക്കപ്പെടും, അങ്ങനെ തന്നെ അതേ ഹാലിൽ അവർ വിടും എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിലും ഷർഹ് മുസ്ലിം ഇമാം നബവി റഹ്മത്തുള്ളാഹി 6-ാം വാല്യം 364-ാമത്തെ പേജിലും എല്ലാം രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ഈ
ഷഹീദന്മാർ, ശുഹദാക്കൾ അല്ലാഹു തആല വലിയ മഹത്വം നൽകിയതാണ്. രക്തസാക്ഷിയെ കുളിപ്പിക്കാനോ അയാൾക്ക് മേൽ മയ്യത്ത് നിസ്കരിക്കാനോ പാടില്ല എന്നും ഫുഖഹാ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല അയാൾക്ക് ശരീരത്തിലുള്ള രക്തം നജസുകൾ നീക്കം ചെയ്യണം, അല്ലാതെ രക്തമല്ലാത്ത നജസുകൾ നീക്കം ചെയ്യണം, അല്ലാതെ രക്തങ്ങൾ നീക്കം ചെയ്യാൻ പറ്റില്ല എന്നും, മാത്രമല്ല മരണവസ്ത്രം അതൊന്നും ഖറാബായിട്ടില്ലെങ്കിൽ പര്യാപ്തമെങ്കിൽ രക്തം പുരണ്ടതാണെങ്കിലും അതേ വസ്ത്രത്തിൽ തന്നെയാണ് അവരെ മറവ് ചെയ്യേണ്ടതെന്നും, ഇനി അപര്യാപ്തമെങ്കിൽ വസ്ത്രമൊക്കെ കേടുവന്നിട്ടുണ്ട് എന്നെങ്കിൽ ആ വസ്ത്രം കൊണ്ട് എല്ലാ വസ്ത്രം മറക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ വസ്ത്രം കൊണ്ട് അത് പൂർത്തീകരിക്കുകയും വേണമെന്നാണ് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്രമാത്രം വലിയ ഒരു മഹത്വമാണ്. എന്നാൽ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഷഹീദു ദുനിയ വേറെ, ഷഹീദുൽ ആഖിറ അങ്ങനെ വേറെ. ഇവിടെ ഷഹീദു ദുനിയാവുൽ ആഖിറയായ ഇത്ര വിധി അവർക്കാണെങ്കിലും അതേ സ്ഥാനത്ത് ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന വിധി ഇങ്ങനെയാണെങ്കിലും ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല എന്നും, മാത്രമല്ല മറ്റു ചില ഷഹീദിന്റെ കൂലി ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മുല്ലാ ഖാരി റഹ്മത്തുള്ളാഹി മിർഖാത്തിലും അതുപോലെ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം ഒരുപാട് വിഷയങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുന്ന. പ്രത്യേകിച്ചും മൻ തമസ്സക ബിസുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. ആഖിർ സമാന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്, അവിടുത്തെ ചര്യ മുറുകെ പിടിക്കുമ്പോൾ എത്രയോ ഷഹീദിന്റെ കൂലി ലഭിക്കുമെന്നും, മാത്രമല്ല ഒരുപാട് വിഷയങ്ങൾ ഒരു ദിവസത്തിൽ 20 പ്രാവശ്യം മരണത്തിനെ ഓർത്താല് ഷഹീദിന്റെ കൂലി ലഭിക്കുമെന്നും, അങ്ങനെ അല്ലാഹുമ്മ ബാരിക് ലീ ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത് തുടങ്ങിയ ദുആകൾ, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട മുല്ലാ ഖാരി റഹ്മത്തുള്ളാഹി മിർഖാത്തിൽ രേഖപ്പെട്ടതായി കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജ് 3-ാം വാല്യം 164-165 പല രോഗങ്ങളെ സംബന്ധിച്ച് പ്ലേഗ്, അപകടം തുടങ്ങിയ കാരണങ്ങളാൽ മരിച്ചവർ അവർ പരലോക വിധിയിൽ മാത്രം ഷഹീദുകളാണെന്നും ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹിലേക്ക് പറഞ്ഞത് തുഹ്ഫയിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും ഉഹുദ് ശുഹദാക്കളുടെയും അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ ഷഹീദായ ആരെല്ലാമുണ്ട് എല്ലാവരുടെയും ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അവരൊക്കെ മദദും ഹിമായത്തും ഷഫാഅത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞത് വഅന്നല്ലാഹു ലാ യുദിഉ അജ്റൽ മുഅ്മിനീൻ, ഈമാനുള്ളവരുടെ കൂലിയൊന്നും അല്ലാഹു തആല പായാക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു ആയത്തിൽ പറയരുത് മരണപ്പെട്ടവർ എന്ന് പറയരുത് എന്നും മറ്റൊരായത്തിൽ വിചാരിക്കരുത് ഊഹിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ശുഹദാക്കളെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ടും ആരെങ്കിലും ശുഹദാക്കളെ കുറിച്ച് ജീർണിച്ചു പോയി എന്നോ അവർ മണ്ണായി എന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ആയത്തുകൾ അവൻ നിഷേധിക്കുന്നവനാണ്. മാത്രമല്ല അവന്റെ ഈമാൻ നഷ്ടപ്പെടാൻ അത് തന്നെ മതി എന്ന് മാത്രം വളരെ വിശദമായി ഇമാം അഹ്ലു സുന്ന അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അൽ-ലത്താഇ നബവിയ ഫിൽ ഫതാവ റദ്വിയ 18-ാം വാല്യം 32-ാമത്തെ പേജിൽ വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും ഉഹുദ് ശുഹദാക്കൾ നമ്മൾ പ്രത്യേകിച്ചും അനുസ്മരിക്കേണ്ടതുണ്ട്. ബദർ നിങ്ങളെ നമ്മൾ പ്രത്യേകിച്ചും റമദാൻ 17 പ്രത്യേകിച്ചും അല്ലാത്ത സമയത്തും ദിവസം തോറും ബദരീങ്ങളെ നമ്മൾ അനുസ്മരിക്കാൻ വേണ്ടി മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ ചുരുക്കിക്കൊണ്ട് മൗലൂദ് ബദർ മൗലൂദ് പോലെ ബദർ ശുഹദാക്കളെ തവസ്സുൽ ബൈത്തുകളെല്ലാം ധാരാളം എഴുതിയിട്ടുണ്ട്. ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഖസീദത്തുൽ ബദരിയ അടക്കം അതിനെ ലോകത്തിന്റെ നാനാഭാഗത്തും മഹദറത്തുൽ ബദരിയ എന്ന നിലക്ക് നമ്മൾ സാധാരണ മജ്ലിസുകളെല്ലാം നടത്താറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട ഉഹുദ് ശുഹദാക്കൾ ശവ്വാൽ 15-ന്റെ അന്ന്, അതുപോലെ നമ്മൾ മറ്റു ദിനങ്ങളിലും ശവ്വാലിൽ പ്രത്യേകിച്ചും മഹാനായ സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു മഹാനവരുകളെയും ഉഹുദ് ശുഹദാക്കളെയും നാം പ്രത്യേകിച്ചും തവസ്സുലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അവരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ജാനി സാറാനെ ബദ്റു ഉഹുദ് पर दुरूद हक गुजाराने बैअत पे लाखों सलाम. മാത്രമല്ല ബഹുമാനപ്പെട്ട സയ്യിദുന ജഅഫർ ബിൻ അബി ത്വാലിബ്, അതായത് ജഅഫർ റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹി മഹാനവറുകളുടെ സന്താനത്തിൽപ്പെട്ട മഹാനാണ് ഷാ മുഹമ്മദ് അലി ഹബീബ് ഹുൽവാരി റഹ്മത്തുള്ളാഹി. ലോകത്തിന്റെ നാനാഭാഗത്തും സ്വഹാബത്തിന്റെ സന്താനത്തിൽപ്പെട്ട ഒരുപാട് മഹാന്മാർ വഫാത്തായത് കാണാം. അതിൽ ഹംസ റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഷാ മുഹമ്മദ് അലി ഹബീബ് ഹുൽവാരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ബിഹാറിൽ അറിയപ്പെട്ട മശായിഖുകളിൽപ്പെട്ട മഹാനാണ്. മഹാനവറുകൾ ദർസ്, തദ്രീസ്, തസ്നീഫ്, തഅരീഫിൽ തന്റെ ജീവിതം മുഴുവനും ചെലവാക്കി. മാത്രമല്ല റബീഉൽ അവ്വൽ 27-ാം തീയതി 1295 ഹിജ്റയിൽ മഹാനവറുകൾ വഫാത്തായി.
ഫുൽവാരി എന്ന് പറഞ്ഞ ഷാ മുഹമ്മദ് അലി ഹബീബ് ഫുൽവാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ സനദിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഹബീബ് ബിൻ അബിൽ ഹസൻ ബിൻ നഅമത്തുല്ലാഹി ബിൻ മുജീബില്ലാഹി ബിൻ ളുഹൂരില്ലാഹി ബിൻ കബീറുദ്ദീൻ ബിൻ റുക്നുദ്ദീൻ ബിൻ മുഹമ്മദ് ഹുസൈൻ ബിൻ അമീർ അതാഇല്ലാഹിൽ ജഅഫരി ബിൻ സഅദില്ലാഹി ബിൻ ഫതഹില്ലാഹി ബിൻ മുജീബില്ലാഹി ബിൻ ഹിദായത്തില്ലാഹി ബിൻ മുഹമ്മദ് അമീർ ബിൻ അമീർ സമീൻ ബിൻ മുഹമ്മദ് അമീൻ ബിൻ മുഹമ്മദ് ഇബ്രാഹിം ബിൻ ഉമർ ദറാസ് ബിൻ മുഹമ്മദ് ഉബൈദില്ലാഹി ബിൻ മുഹമ്മദ് ഹുമൈദ് ബിൻ മുഹമ്മദ് ഹസൻ ബിൻ ഇസ്മായിൽ ബിൻ അമീർ മുഹമ്മദ് ബിൻ അമീർ അലി ബിൻ അബ്ദുല്ലാഹി ബിൻ ജഅഫർ തയ്യാർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും. ഈ സനദിൽ പറഞ്ഞ നസബിൽ പറഞ്ഞ സർവ്വമഹത്തുക്കൾ പ്രത്യേകം ജഅഫർ സയ്യിദുന ജഅഫർ റളിയല്ലാഹു അൻഹു സയ്യിദു ശുഹദാ മഹാനവറുകളുടെ മകൻ അബ്ദുള്ള റളിയല്ലാഹുവിന്റെ ആ സന്താനത്തിൽപ്പെട്ട മഹാന്മാരാണ് ഇവരൊക്കെ. അല്ലാഹു തആല മഹാന്മാരുടെ ദർജാത്ത് ഉയർത്തുമാറാകട്ടെ. ഉഹുദ് ശുഹദാക്കളുടെ പ്രത്യേകിച്ചും ഹംസ റളിയല്ലാഹുവിന്റെ ദർജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ആ നസബ് തദ്കിറത്തുൽ അൻസാബ് ബഹുമാനപ്പെട്ട ഇമാമുദ്ദീൻ അഹ്മദ് നഖവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ തദ്കിറത്തുൽ അൻസാബ് എന്ന ഗ്രന്ഥം തന്നെ സയ്യിദുന ജഅഫർ റളിയല്ലാഹുവിന്റെ നസബ് പറഞ്ഞുകൊണ്ടാണ് ആ മഹത്തായ ഗ്രന്ഥം ബഹുമാനപ്പെട്ട അവസാനിപ്പിക്കുന്നത്. അവിടുത്തെ തദ്കിറത്തുൽ അൻസാബ് 266 പേജിൽ അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട ഉഹുദ് ശുഹദാക്കളെ നാം പ്രത്യേകിച്ചും അനുസ്മരിക്കണം. അല്ലാഹു തആല ഉഹുദ് ശുഹദാക്കളുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ഉഹുദ് ശുഹദാക്കളെ സംബന്ധിച്ച് നമുക്ക് ധാരാളം പഠിക്കേണ്ടത് ഉണ്ട്. ചെറിയ നിലക്ക് മാത്രമാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വഹീഹുൽ ബുഖാരിയിലും അതുപോലെ സീറത്ത് ഇബ്നു ഹിഷാമിലും അതുപോലെ ഒരുപാട് സീറകളിലെല്ലാം ബഹുമാനപ്പെട്ട ഉഹുദ് ശുഹദാക്കളെ കുറിച്ച് പ്രത്യേകിച്ചും അനുസ്മരിച്ചത് കാണാം. നമ്മൾ ആ ഉഹുദ് ശുഹദാക്കളെ പ്രത്യേകിച്ചും എപ്പോഴും നാം അനുസ്മരിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ഉഹുദ് ഗസ്വത്ത് ഉഹുദ് ഹിജ്റയുടെ 3-ാമത്തെ വർഷം ഷവ്വാലിലാണല്ലോ ബഹുമാനപ്പെട്ടവരുടെ ആ ഉഹുദ് യുദ്ധം നടന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഷവ്വാല് 11, ഷവ്വാല് 7, അതുപോലെ പ്രത്യേകിച്ചും നിസ്ഫ് ഷവ്വാൽ, ഷവ്വാൽ 15 അന്ന് പ്രത്യേകമായി നമ്മൾ ഉഹുദ് ശുഹദാക്കളെ അനുസ്മരിക്കേണ്ടതുണ്ട്. അതുപോലെ മാത്രമല്ല ബദർ യുദ്ധം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ് എന്നും ചില മഹാന്മാരൊക്കെ അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ മദാരിജുൻ നുബുവത്ത് 2-ാം വാല്യം 191 രേഖപ്പെടുത്തിയതായി കാണാം. ഹിജ്റത്തുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ് 31-ാമത്തെ മാസമാണ് ഉഹുദ് നടന്നത് എന്നും മദാരിജുൻ നബവിയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഉഹുദ് എന്ന് പറയുന്നത് മദീന മുനവ്വറയുടെ ഒരു പ്രസിദ്ധമായ പർവ്വതമാണല്ലോ. തവഹുദിൽ നിന്നുണ്ടായതാണ്. അതായത് തവഹുദ് പർവ്വതങ്ങളെ കൂട്ടത്തിൽ ഒരു തുല്യതയില്ലാത്ത ഒരു പർവ്വതമാണ്. അത് വേർതിരിച്ച് നിൽക്കുന്ന പർവ്വതമായതുകൊണ്ടാണ് ഉഹുദ് എന്ന് പറയുന്നത്. മാത്രമല്ല ഉഹുദ് എന്ന് പറയുന്നത് അത് പർവ്വതത്തിന്റെ ഒരു കഷ്ണം മദീന മുനവ്വറയിൽ അടുത്ത് 2 മൈൽ വൈദൂരത്തുള്ള അതുപോലെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പർവ്വതം ഇല്ലാത്തത് കൊണ്ടാണ് ഉഹുദ് എന്ന പേര് ഇതിനേക്കുള്ളത് എന്ന് മദാരിജുൻ നുബുവ 2-ാം വാല്യം 192, അതുപോലെ അഷ്റഫു തഫാസി തഫ്സീറു നഈമി 4-ാം വാല്യം 127 തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ യുദ്ധ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ ഖലീഫയായി നിശ്ചയിച്ചിരുന്നു എന്ന് മദാരിജുൻ നുബുവ 2-ാം വാല്യം 198 കാണാം. അതുപോലെ ഈ ഗസ്വത്തിൽ 700ഓളം സ്വഹാബികൾ 900 എന്നും 1000 എന്നും റിവായത്തുകൾ ഒരുപാട് മഹാന്മാര് മദാരിജുൻ നുബുവ അതുപോലെ സീറത്ത് ഇബ്നു ഹിഷാം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. സീറത്ത് ഇബ്നു ഹിഷാം 2-ാം വാല്യം 46 കാണാം. ബഹുമാനപ്പെട്ട ഉഹുദ് യുദ്ധത്തിൽ സ്വഹാബത്ത് 700ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നും അതേ സ്ഥാനത്ത് മക്ക മുശ്രിക്കീങ്ങൾ 3000 ചില്ലാനം ആളുകൾ ഉണ്ടായിരുന്നു എന്നും മദാരിജുൻ നുബുവയിലും മറ്റും കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് യുദ്ധത്തിൽ ഒരുപാട് കുട്ടികൾ പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനുള്ള താല്പര്യത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 8ഓളം വരുന്ന കുട്ടികളോട് നിങ്ങൾ എല്ലാവരും മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകണം, നിങ്ങൾ കുട്ടികളാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബഹുമാനപ്പെട്ടവർ ആ സഫ് നിൽക്കുന്ന സമയത്ത് കാലൊക്കെ മുകളിലാക്കിക്കൊണ്ട് ഞാൻ യുദ്ധത്തിന് വരും. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു യുദ്ധം അമ്പടിക്കുന്ന വിഷയത്തിലേക്ക് വലിയ ഉഷാറുള്ള ആളാണ് റാഫി ഇബ്നു ഖദീജ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റാഫി ഇബ്നു ഖദീജ് റളിയല്ലാഹു അൻഹുക്ക് സമ്മതം കൊടുത്തപ്പോൾ സമർത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റാഫി എന്നവർക്ക് സമ്മതം കൊടുക്കുമ്പോൾ എനിക്കും വേണം സമ്മതം, ഞാൻ കുസ്തിയിൽ റാഫിയെ തോൽപ്പിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പരിശോധിക്കുകയും റാഫി ഇബ്നു ഖദീജ് റളിയല്ലാഹു അൻഹു കുസ്തിയിൽ ബഹുമാനപ്പെട്ടവർ താഴോട്ടിടുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമറുത്ത് എന്നവർക്കും ഉഹുദ് യുദ്ധത്തിൽ സമ്മതം കൊടുത്തത് മദാരിജുൻ നുബുവ 2-ാം വാല്യം 199 പേജിൽ കാണാം. അങ്ങനെ
മറ്റു മആരിജുൻ നുബൂയിലും മറ്റു ആളുകളുടെ പേരുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ യുദ്ധത്തിൽ ഇസ്ലാമിന്റെ ആ ഫ്ലാഗുകൾ അവിടുത്തെ ഫ്ലാഗുകൾ, കൊടികൾ പിടിച്ചിരുന്നത് 3 ആളുകളാണ്. 3 കൊടികൾ. ഒന്ന് മുഹാജിരിങ്ങളുടെ കൊടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കയ്യിലും മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കയ്യിലാണെന്നും, അതുപോലെ ഔസ് കബീലയുടെ കൊടി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു കയ്യിലും, അതുപോലെ ഖസ്റജ് കബീലയുടെ കൊടി ഖബ്ബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു കയ്യിലാണെന്ന് മദാരിജുൻ നുബുവ 2-ാം വാല്യം 198 കാണാം. അതുപോലെ മക്കാ മുശ്രിക്കുകളുടെ കൊടി ത്വൽഹത്ത് ബിൻ അബീ ത്വൽഹ ആണ് പിടിച്ചിരുന്നതെന്നും, മാത്രമല്ല ആ യുദ്ധത്തിൽ ആദ്യമായി കൊല്ലപ്പെട്ടത് ത്വൽഹത്ത് ബിൻ അബീ ത്വൽഹ ആണ്. കാഫിരിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു ആണ് കൊലപ്പെടുത്തിയതെന്ന് തഫ്സീറുൻ നഈമി 4-ാം വാല്യം 128 കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ അടുക്കലുണ്ടായിരുന്ന ആ യുദ്ധം, അതിൽ ഒരു ബൈത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നും, ആ ബൈത്ത് എഴുതപ്പെട്ട ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുകൊണ്ട് ആര് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹു സ്വീകരിച്ച് യുദ്ധം ചെയ്തത് ചരിത്രം വളരെ പ്രസിദ്ധമായി സുർഖാനിൽ മവാഹിബുൽ ദുനിയ 2-ാം വാല്യം 29-ലും, അതുപോലെ മദാരിജുൻ നുബുവ 2-ാം വാല്യം 116-ലൊക്കെ കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ആയുധത്തിലുണ്ടായിരുന്നു ഫിൽ ജുബ്നി ആറുൻ വഫിൽ ഇഖ്ബാരി മക്റുമത്തുൻ വൽ മർഉ ബിൽ ജുബ്നി ലാ യൻജു മിനൽ ഖദരി എന്ന ബൈത്ത് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നും, അതായത് ബലഹീനത, ഭീരുപ്പനാകുക അതൊരു ഐബാണ്, എന്നാൽ മുന്നോട്ട് പോകുന്നതിലാണ് ഇസ്സത്തുള്ളത് എന്നും, അതുപോലെ ഭീരുത്വം കൊണ്ടിട്ട് ഒരാൾ ഒരിക്കലും തഖ്ദീറിനെ തൊട്ട് രക്ഷപ്പെടൂല എന്ന ബൈത്ത് അതിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നും മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ആ യുദ്ധത്തിനാണല്ലോ സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഗസീറുൽ മലായിക ഹംദല റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ ഷഹീദായത്. സ്വഹീഹുൽ ബുഖാരി ബാബു ഖത്ലി ഹംസ ഒരു അധ്യായം തന്നെ 2-ാം വാല്യം 583-ാമത്തെ പേജിൽ കാണാം. അതുപോലെ മദാരിജുൻ നുബൂയിൽ അത് വളരെ പ്രസിദ്ധമായ വഹ്ശി ജുബൈറുൽ മുത്ഇം എന്നവരുടെ അടിമയായ ആ വഹ്ശി എന്നവരോട് ജുബൈർ മുത്ഇം പറഞ്ഞു, ഹംസ റളിയല്ലാഹു അൻഹു കൊലപ്പെട്ടാൽ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വഹ്ശി പല സ്ഥലത്തും വഴിഞ്ഞു നിന്നുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്താൻ പരിശ്രമിക്കുകയും അവസാനം പിന്നിൽ നിന്ന് വാളടിക്കുകയും അങ്ങനെ അമ്പടിച്ചുകൊണ്ട് പിന്നീട് വന്നിട്ട് വാളുകൊണ്ട് അടിക്കുകയും ചെയ്തത്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സ്വഹീഹുൽ ബുഖാരി ബാബു ഖത്ലി ഹംസ 2-ാം വാല്യം 583-ാമത്തെ പേജിൽ വളരെ വിശദമായി പറഞ്ഞത് കാണാം. അതുപോലെ ഹംദല റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത അന്ന് ബഹുമാനപ്പെട്ടവർ ഷഹീദായതും ഭാര്യ വന്നിട്ട് പിന്നീട് ഗുസ്ല് ഫർളായിരുന്നു, കുളി ഫർളായിരുന്നു എന്ന് പറഞ്ഞ മലക്കുകൾ കുളിപ്പിച്ചിരുന്ന ഗസീറുൽ മലായിക എന്ന് പറഞ്ഞത് മദാരിജുൻ നുബുവ 2-ാം വാല്യം 123-ാമത്തെ പേജിൽ വളരെ വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു യുദ്ധവേളയിൽ ഇതാ ശത്രുക്കള് കൊടി പിടിച്ചിരുന്ന വലം കൈ മുറിച്ചപ്പോൾ ഇടത്തെ കൈയിൽ യുദ്ധം ചെയ്തു. അതും മുറിക്കപ്പെട്ടപ്പോൾ ഇതാ നെഞ്ചത്ത് പിടിച്ചുകൊണ്ട് നെഞ്ചത്തോടുകൂടെ ഇസ്ലാമിന്റെ കൊടി പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു. അവസാനം മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇബ്നു ഖമിയ എന്ന് പറയുന്ന കാഫിരിങ്ങളുടെ കൂട്ടത്തിലുള്ള ആള് അമ്പടിക്കുകയും അങ്ങനെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇതാ ഷഹീദാവുകയും ചെയ്തു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ ചെറിയ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാദൃശ്യമുള്ള മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇതാ ഭൂമിയിൽ വീണപ്പോൾ അവിശ്വാസികളിത് കണ്ട് ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന അതുപോലെ ശൈത്താന്റെ ഭാഗത്തും മറ്റുണ്ടായി. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് കുറച്ച് തളർച്ച സംഭവിക്കുകയും അതുപോലെ പർവ്വതത്തിന്റെ മുകൾ നിർത്തിയിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അവരിൽ ഗനീമത്ത് സത്തുവയ്ക്കുമ്പോൾ അവക്കൂട്ടത്തിൽ പലരും അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹുവിന് പറഞ്ഞെങ്കിലും മറ്റുള്ള ഇങ്ങനെ വന്നപ്പോൾ യുദ്ധത്തിന്റെ ഒരു ശൈലി മാറ്റം വരികയും അങ്ങനെ യുദ്ധം പരാജയപ്പെട്ടു എന്നല്ല, യുദ്ധത്തിന് വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിലേക്ക് തന്നെയാണെന്ന് അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി മദാരിജുൻ നുബുവയിൽ വിശദീകരിച്ച് പറഞ്ഞത് കാണാം. ഏതായാലും യുദ്ധത്തിന്റെ ചെറിയൊരു മാറ്റം സംഭവിച്ചത് അങ്ങനെ ഒരുപാട് സ്വഹാബത്ത് ഷഹീദായ സംഭവങ്ങളൊക്കെ സ്വഹീഹുൽ ബുഖാരി ഗസ്വത്ത് ഉഹുദ് 2-ാം വാല്യം 579-ലും അതുപോലെ സ്വഹീഹ് മുസ്ലിം 2-ാം വാല്യം 38-ാമത്തെ പേജിലും വളരെ വിശദമായി ആ സംഭവം പറഞ്ഞത് കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട അംർ ഇബ്നു ജമൂഹുൽ അൻസാരി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പടച്ചോനെ എന്നെ വീട്ടിലേക്ക് തിരിക്കരുത്, കുടുംബത്തിലേക്ക് തിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് യുദ്ധം ചെയ്തത്. അങ്ങനെ 4 മക്കളും ബഹുമാനപ്പെട്ടു യുദ്ധം ചെയ്തു. ബഹുമാനപ്പെട്ടു കാലില്ല എന്നിട്ട് പോലും യുദ്ധം ചെയ്ത് അവസാനം ഷഹീദായപ്പോൾ
ബഹുമാനപ്പെട്ടവർ യുദ്ധവേളയിൽ തന്നെ ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു യുദ്ധവേളയിൽ ഞാൻ സ്വർഗത്തിലേക്ക് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അവരുടെ മകനും ഇതാ നല്ല ധീരതയോടുകൂടി യുദ്ധം ചെയ്യുന്നുണ്ടായപ്പോൾ അങ്ങനെ രണ്ടുപേരും ഷഹീദായി. അങ്ങനെ യുദ്ധം അവസാനിച്ചപ്പോൾ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ ഹിന്ദ് എന്നവർ ഇതാ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം ഒരു ഒട്ടകത്തിൽ മഹാനവറുകളെയും അതുപോലെ ഹിന്ദ് എന്നവരുടെ സഹോദരൻ ആങ്ങളെയും അതുപോലെ മകന്റെയും ജനാസ മുബാറക്ക് അവിടുത്തെ മയ്യത്തുകള് ഇതാ ഷർഫാക്കപ്പെട്ട മയ്യത്തുകള് ഒട്ടകപ്പുറത്ത് മദീനയിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ പല നിലക്കും പരിശ്രമിച്ചു. പക്ഷെ എന്നിട്ട് പോലും ഒട്ടകം മദീന ഭാഗത്തേക്ക് പോകുന്നില്ല. വീണ്ടും 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 യുദ്ധപോർക്കളത്തിലേക്ക് ഓടി വരുമ്പോൾ അവസാനം ഹിന്ദ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? ഹിന്ദ് എന്നവർ പറഞ്ഞു, എന്റെ കുടുംബത്തിലേക്ക് മടക്കരുത് എന്ന് ബഹുമാനപ്പെട്ട അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒട്ടകം അങ്ങനെ ചെയ്യുന്നത് എന്ന്. അങ്ങനെ ഉഹുദിൽ തന്നെ ബഹുമാനപ്പെട്ട അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു ദഫ്ൻ മുബാറക് നടത്തണം എന്ന് പറയുകയും മദാരിജുൻ നുബുവത്ത് 2-ാം വാല്യം 124-ാമത്തെ പേജിൽ അത് വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹുദ് ശുഹദാക്കളുടെ ദർജാത്ത് ഉയർത്തുമാറാകട്ടെ. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യുദ്ധത്തിൽ പല നിലക്കും ശത്രുക്കൾ പല നിലക്ക് അക്രമങ്ങൾ ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിപ്പിച്ച സംഭവം ഉഹുദ് യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പല്ലുകൾക്ക് കല്ലുകൾ എറിഞ്ഞുകൊണ്ട് ഉത്ബത്ത് ഇബ്നു അബീ വഖാസ് സുഹരി എന്ന് പറയുന്ന ആള് അക്രമിയായ മനുഷ്യൻ, അതായത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ ഉത്ബത്ത് നബി വഖാസ് കല്ലെറിയുകയും അവിടുത്തെ ഷറഫാക്കോടെ പല്ലുകൾ ഷഹീദായത് മദാരിജുൻ നുബുവ 2-ാം വാല്യം 222-ാമത്തെ പേജിൽ കാണാം. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഖമിയ എന്ന് പറഞ്ഞ ലാലിമ് അക്രമി ഇതാ വലിയ ഒരു കല്ല് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫാക്കപ്പെട്ട കവളിന്റെ മേൽ എറിഞ്ഞപ്പോൾ രക്തം വന്നതും അങ്ങനെ അവിടുത്തെ കയ്യിൽ പിടിച്ചിരുന്ന അത് രക്തത്തിലേക്ക് ശേഷം മുഖത്തിലേക്ക് അങ്ങനെ ആണ്ടുപിടിച്ചതും അതിനെ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഉബൈദ് ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു പല്ലുകൊണ്ട് പിടിച്ച് വലിച്ചതും അങ്ങനെ ഒരു പല്ല് പൊട്ടിക്കുകയും അങ്ങനെ രണ്ടാമത്തെ പല്ലുകൊണ്ടും 2 പല്ലുകൾ പൊട്ടിച്ചത് സംഭവം മദാരിജുൻ നുബുവ 2-ാം വാല്യം 221-ാമത്തെ പേജിൽ കാണാം. ഏതായാലും ആ ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 70-ലേറെ മുറികൾ ഉണ്ടായിട്ടുണ്ട് എന്നും റൗദത്തുൽ അഹ്ബാബിൽ ഷെയ്ഖ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരി ഫതുൽ ബാരിലൊക്കെ പറഞ്ഞത് ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുഖത്ത് 70-ലേറെ മുറികൾ, അതായത് എണ്ണമനുസരിച്ച് അത് അധികം 70-ലേറെ മുറികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മദാരിജുൻ നുബുവ 2-ാം വാല്യം 222-ൽ പറഞ്ഞത് കാണാം. മാത്രമല്ല യുദ്ധവേളയിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിനെ തെറ്റുകൊണ്ട് യമാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ മഹാനവറുകൾ ഷഹീദായ സംഭവം മദാരിജുൻ നുബുവ 2-ാം വാല്യം 203-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഏതായാലും ഈ യുദ്ധത്തിൽ ഉഹദ് യുദ്ധത്തിൽ 70ഓളം വരുന്ന സ്വഹാബത്ത് ഷഹീദായിട്ടുണ്ട്. 4 മുഹാജിരീങ്ങളും അതുപോലെ 66 അൻസാരി സ്വഹാബികൾ ഇതാ ഈ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരായ ഉഹദ് ശുഹദാക്കളുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. വിശദീകരിച്ചുകൊണ്ട് മദാരിജുൻ നുബുവ 2-ാം വാല്യം 231-ൽ ആ 70ഓളം വരുന്ന ഷഹീദുകളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും മഹാന്മാരായ ഉഹദ് ശുഹദാക്കൾ നാം പ്രത്യേകിച്ചും അനുസ്മരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അവർക്ക് മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറഞ്ഞതുപോലെ വകുല്ലും വഅദല്ലാഹുൽ ഹുസ്ന സൂറത്തു നിസാ 95, അതുപോലെ വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹും വഅഅദ്ദലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അദീം സൂറത്തു തൗബ 100-ാമത്തെ ആയത്തിലൊക്കെ പറഞ്ഞതുപോലെ. അതുകൊണ്ട് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ഈമാന്റെ അവസ്ഥയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടി അതിൽ തന്നെ വഫാത്തായ മഹാന്മാരാണെന്ന് അൽ ഇസാബ ഫി തമീസ് സ്വഹാബയിൽ കാണാം. മാത്രമല്ല സ്വഹാബത്തിന്റെ അദാലത്ത്, സ്വഹാബത്ത് ആദിലീങ്ങളാണെന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുക്കൽ അത് ഇഅ്തിഖാദിയായ മസ്അലയാണ്. അതുകൊണ്ട് എല്ലാ സ്വഹാബത്തും അഹ്ലുൽ ഖൈരി വസ്സലാഹാണ്, ആദിലീങ്ങളാണ് എന്ന് അവരെ കുറിച്ച് പറയുമ്പോൾ വലിയ മഹത്വത്തോടുകൂടെ ഖൈർ കൊണ്ട് മാത്രം പറയൽ നിർബന്ധമാണെന്ന് അൽ മുസാമറ 313-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഏതായാലും
ഈ ആയത്ത് സൂറത്ത് തൗബയുടെ 100-ാമത്തെ ആയത്ത് വിശദീകരിച്ചു മുഫസ്സിരിങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഫഖദ് അഖ്ബറല്ലാഹുൽ അദീം അന്നഹു ഖദ് റദിയ അനി സാബിഖീനൽ അവ്വലീന മിൻ മുഹാജിരീൻ വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ ഫയാ വൈല മൻ അബ്ഗളഹും ഔ സബ്ബഹും. സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ആൾക്കാർ, സ്വഹാബത്തിനോട് ദേഷ്യം വെക്കുന്ന ആൾക്കാർ, ഔ അബ്ഗള ഔ സബ്ബഹും അല്ലെങ്കിൽ സ്വഹാബത്തിൽ നിന്ന് ചില ആളുകളെ ചീത്ത പറയുന്നവർ, ദേഷ്യം വെക്കുന്നവർ. വലാ സിയമാ സയ്യിദു സ്വഹാബ ബഅദ റസൂൽ വഖൈറുഹും വഅഫ്ളലുഹും അനി അസ്ദീഖ് അൽ അക്ബർ വൽ ഖലീഫ الأعظم أبا بكر بن أبي قحافة رضي الله عنهم فإن الطائفة المخذولة من الرافضة يعادون أفضل الصحابة ويبغضونهم ويسبونهم عياذا بالله من ذلك وهذا يدل على أن عقولهم معكوسة وقلوبهم منكوسة فحين هؤلاء من الإيمان بالقرآن إذ يسبون من رضي الله عنهم وأما أهل السنة فإنهم يترضون അമ്മൻ റളിയല്ലാഹു അൻഹും എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സർവ്വ മഹത്തുക്കളും ഇബ്നു കസീർ അടക്കം 2-ാം വാല്യം 395-ാമത്തെ പേജിൽ തഫ്സീർ ഇബ്നു കസീറിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ സ്വഹാബത്ത് എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. നമ്മൾ പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉഹദ് ശുഹദാക്കളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ തവസ്സുലാക്കുകയും വേണമെന്ന് ഈ സമയത്ത് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ മഹത്വം പറയുമ്പോഴും ഉദാഹരണം പറഞ്ഞത് ഉഹുദിനെ സംബന്ധിച്ചാണല്ലോ. لا تصبوا أصحابي فلو أن أحدكم أنفق مثل أحد ذهبا ما بلغ مد أحدهم ولا نصيفه. അതായത് എന്റെ സ്വഹാബത്ത് നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. നിങ്ങൾ ഉഹുദ് പർവ്വതം അത്ര സ്വർണം ചെലവാക്കിയാലും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല. അതുകൊണ്ട് എന്റെ സ്വഹാബത്ത് ഒരു മുദ് അല്ലെങ്കിൽ പകുതി മുദ് ചെലവാക്കി അത്ര പ്രതിഫലം നിങ്ങൾ ഉഹുദ് പർവ്വതത്തിന്റെ അത്ര സ്വർണം ചെലവാക്കിയാലും നിങ്ങൾക്ക് അത്ര മഹത്വം ലഭിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി കിതാബ് അസ്ഹാബി നബി 617-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഉഹദ് ശുഹദാക്കളുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു കാശിഫുൽ ഖുർബാത്ത്, അങ്ങനെ പല നിലക്കും ബഹുമാനപ്പെട്ട ഉഹദ് ശുഹദാക്കളുടെ അനുസ്മരണം നമ്മൾ നടത്തേണ്ടതുണ്ട്. മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന്റെ പേരിൽ മഹാന്മാർ ഉഹദ് ശുഹദാക്കളുടെ മഖ്ബറത്തു ഷരീഫയിൽ പോയി സലാം പറയാൻ എല്ലാവരും വല്ലാതെ ആഗ്രഹിച്ചിരുന്ന സംഭവങ്ങളൊക്കെ കാണാം. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു മുതൽ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ, കഴിഞ്ഞ ഈ കാലഘട്ടം വരെ ഹക്കിന്റെ അഹ്ലുകാർ ഉഹദ് ശുഹദാക്കളുടെ സലാം പറയാൻ വലിയ താല്പര്യം കാണിച്ചത് എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഫാത്തിമത്തുൽ ഖുസാഇയ്യ പറയുന്നു, ഞാൻ ഒരിക്കൽ ഉഹദ് മൈതാനിലേക്ക് പോയി ഹംസ റളിയല്ലാഹു അൻഹുയുടെ ഖബറിന്റെ അടുക്കൽ പോയി അസ്സലാമു അലൈക യാ അമ്മ റസൂലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ശബ്ദം വഅലൈക്കിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം ഇദാ ഹംസ റളിയല്ലാഹു അൻഹു ഖബറിന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മദാരിജുൻ നുബുവ 2-ാം വാല്യം 135-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല ഉഹദ് ശുഹദാക്കളെ ദഫൻ മുബാറക് നടത്തിയതിന്റെ 46 വർഷം കഴിഞ്ഞതിന് ശേഷം ഉഹദ് ശുഹദാക്കളുടെ ഖബറുകൾ തുറക്കപ്പെട്ടു. ആ സമയത്ത് ഇതാ അവരുടെ ശരീരങ്ങളൊക്കെ നല്ല സലാമത്തിലും നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. മാത്രമല്ല മദീനത്തെ ആളുകളും എല്ലാവരും നേരിട്ട് കാണുകയും ചെയ്തു. അവരുടെ മുറികളുടെ മുകളിൽ അവർ കൈ വെച്ചിട്ടുണ്ട്. കൈ നീക്കുന്ന സമയത്ത് ഇതാ ഫ്രഷായ രക്തം അവിടുന്ന് വലിച്ച സംഭവം മദാരിജുൻ നുബുവ 2-ാം വാല്യം 135-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട ഉഹദ് ശുഹദാക്കളെ നാം പ്രത്യേകിച്ചും അനുസ്മരിക്കേണ്ടതുണ്ട്. ആ ഉഹദ് ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്ത് ഖുലഫാഉൽ അർബഅക്ക് പ്രത്യേകമായി അത് ഗൗനിച്ചിരുന്നു എന്നും മാത്രമല്ല ഉഹദ് ഖബറുകളെ ഉഹദ് ശുഹദാക്കളെ നിങ്ങൾ സിയാറത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായ മഹാന്മാരാണവർ. മാത്രമല്ല പറയുകയും ചെയ്യും, ഖിയാമത്ത് നാൾ വരെ ആരെങ്കിലും ഉഹദ് ശുഹദാക്കളുടെ ഖബർ വന്ന് അവരെ സിയാറത്ത് ചെയ്ത സലാം പറഞ്ഞാൽ ഉഹദ് ശുഹദാക്കൾ അവർക്ക് സലാം മടക്കുകയും ചെയ്യുമെന്ന് മദാരിജുൻ നുബുവയിലും അതുപോലെ സീറത്തുൽ മുസ്തഫയിലും എല്ലാം 202-ാമത്തെ പേജിൽ മദാരിജുൻ നുബുവ 2-ാം വാല്യം 135-ാമത്തെ പേജിലെല്ലാം വിശദമായി പറഞ്ഞത് കാണാം. അതുകൊണ്ട് ഉഹദ് ശുഹദാക്കൾ നാം പ്രത്യേകിച്ചും അനുസ്മരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഉഹദ് ശുഹദാക്കളുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അവർക്ക് മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും യാ അസ്ഹാബ ബദ്ർ, അസ്സലാമു അലൈക്കും യാ ശുഹദാ ഉഹുദ്, അൽഫ് അൽഫി സലാമിൻ അലൈക്കും യാ ശുഹദാ ഉഹുദ്, ഫനാഅക ലാ നുഹ്സി വമദ്ഹാ അജില്ലതി, അതൈനാക നസ്തഗ്ഫി തഫല്ലൽ ബിറഹ്മതി,
بشهداء أحد أم أحمد حمزتي